ഡോക്ടർ സുഭാഷ് ചന്ദ്രൻ, എല്ലാ കാലത്തും ഈ കാലവർഷം അല്ലെങ്കിൽ കടൽ തീര ഇത്തരത്തിൽ ശക്തമാകുമ്പോൾ പറയുന്നതാണ് കരകളിൽ അത്യാവശ്യമായി വേണ്ടത് ഈ പറഞ്ഞ പുലിമുട്ടുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കടൽ ഭിത്തികൾ ഒക്കെ നിർമ്മിച്ച് ഇവരെ സംരക്ഷിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇതൊന്നും ശാശ്വതമായി നടക്കുന്നില്ല. കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഇതിൻ്റെ മറവിൽ നടക്കുന്നത്. കടലിൽ കൊണ്ട് എത്ര ലോഡ് കല്ലാണ് കൊണ്ട് ഇടുന്നത്? 10 ലോഡ് കല്ലിട്ടാൽ 50 ലോഡ് കല്ല് എന്ന് എഴുതുന്ന തരത്തിൽ അത്തരത്തിലുള്ള അഴിമതിയാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത് കടൽ ഭിത്തി നിർമ്മാണത്തിൻ്റെ പേരിൽ. അതുകൊണ്ട് ഈ കടൽ ഭിത്തി നിർമ്മാണം ഓരോ ഘട്ടത്തിലും ഓരോ സർക്കാർ വരുമ്പോഴും കടൽ ഭിത്തി പുലിമുട്ട് എന്നൊക്കെ പറഞ്ഞ് കോടിക്കണക്കിന് രൂപ മുടക്കുകയാണ്. പക്ഷേ ഇതൊന്നും ശാശ്വതമായി ഒരു സ്ഥലത്തും പുലിമുട്ട് സമ്പൂർണ്ണമായി അത് പൂർത്തീകരിച്ചിട്ടുമില്ല. എന്താണ് ഇതിന് ഒരു ശാശ്വത പരിഹാരം? മറ്റു രാജ്യങ്ങളിലൊക്കെ ഈ കടൽ തീരങ്ങൾ സംരക്ഷിക്കുന്നത് ഏത് രീതിയിലാണ് ഡോക്ടർ സുഭാഷ് ചന്ദ്രൻ? നമുക്കിപ്പോൾ നാഗപട്ടണം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, തമിഴ്നാട്ടിലാണ്. നാഗപട്ടണം എന്ന സ്ഥലത്ത് ഈ സുനാമി മറ്റു കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷവും അതിന് മുമ്പും ധാരാളം കാറ്റാടി പോലുള്ള വസ്തുക്കൾ പല രൂപത്തിൽ, കാറ്റാടി മാത്രമല്ല, ഞാൻ പല രൂപത്തിലുള്ള ചെടികളും ജൈവ പരിപാടികളൊക്കെ പരീക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ തീരങ്ങളിൽ വേറെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് ജൈവപരമായി പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പുലിമുട്ടും പിന്നെ കല്ലിടലും ഒരു ആഘോഷമായി നമ്മൾ ചെയ്യുന്നൊരു സമൂഹമാണ്. ഒരുപാട് കല്ല് കൊണ്ടിടും, അതിനേക്കാൾ ഇടുന്നതിനേക്കാൾ കൂടുതൽ കടലെടുത്തുകൊണ്ട് പോകുന്നൊരു കഥയുണ്ട്. എത്രയാണോ നമ്മൾ ഇട്ടിരിക്കുന്നത് അതിനേക്കാൾ കൂടുതലാണ് കടലെടുത്തുകൊണ്ട്. അതാണ് തമാശ. ഇപ്പോൾ 50 ലോഡ് കല്ലിടാൻ തീരുമാനിച്ചാൽ 15 ലോഡ് കല്ലിടും. പക്ഷേ പിന്നീട് കടലെടുത്തുകൊണ്ട് പോകുമ്പോൾ വരുന്ന കണക്ക് 100 ലോഡ് എടുത്തുകൊണ്ട് പോയെന്ന് കണക്ക് വരും. കാര്യം ഇത് കടലല്ലേ എടുത്തുകൊണ്ട് പോയത്, നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഇടുന്നതും തട്ടിപ്പാണ്, അഴിമതിയാണ്. എടുത്തുകൊണ്ട് പോകുന്നതും മുഴുവൻ ഒരു അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും ഒക്കെ പരിപാടിയാണത്. അപ്പോൾ കടൽ തീരത്തെ താമസിക്കുന്ന 10-30 ലക്ഷം ആളുകളുടെ ജീവിതം ഇതുവരെ നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടില്ല. കേരളം ഉണ്ടായി ഇന്ന് വരെ ഭൂപരിഷ്കരണ നിയമം ഉണ്ടായി, എല്ലാ കാര്യവും നമ്മൾ പറയുന്നു. പക്ഷേ പറയുമ്പോൾ അതിനകത്തൊക്കെ വലിയ ചതിയും വഞ്ചനയും ഒക്കെ നടന്നിട്ടുണ്ട്. ദളിതന്മാരുടെ കാര്യം, ഇപ്പോൾ മുത്തങ്ങയെ സംബന്ധിച്ചൊരു സിനിമയൊക്കെ വന്നിട്ടുണ്ട്, എല്ലാവരുമൊക്കെ പോയി കാണണം എന്താ സംഭവിച്ചിരിക്കുന്നതാണ്. ദളിതന്മാരുടെ കാര്യം, പട്ടികജാതി പട്ടികവർഗ്ഗക്കാരുടെ കാര്യം, അതുപോലെ ദുരിതം പിടിച്ചൊരു സമൂഹമാണ് മത്സ്യത്തൊഴിലാളികൾ. അവർക്ക് കോടാനുകോടി രൂപയുടെ പദ്ധതികളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളൊക്കെ വിഭാവനം ചെയ്യുന്നത്. പക്ഷേ അവരടുത്ത് എത്തുമ്പോൾ ഈ പറഞ്ഞതുപോലെ അത് സ്വജനപക്ഷപാതത്തിൻ്റെ അഴിമതിയുടെയൊക്കെ ഫലമായി വെറും ഒരു കല്ലിടലോ കുറേ പുലിമുട്ടോ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു സ്ഥിരം നാടക പരിപാടിയാണ് നടക്കുന്നത്. അതില്ലാതെ സമഗ്രമായൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി അവരെ പുനരധിവസിപ്പിക്കേണ്ടതാണെങ്കിൽ പുനരധിവസിപ്പിച്ച് മാറ്റേണ്ട സ്ഥലങ്ങളിൽ മാറ്റി സംരക്ഷിക്കേണ്ട സ്ഥലങ്ങൾ സംരക്ഷിച്ച് കൊണ്ടുപോകാൻ വളരെ കൃത്യമായൊരു മാസ്റ്റർ പ്ലാൻ നമുക്കില്ല എന്നുള്ളത് വളരെ ദുരന്തമാണ്. നമ്മളെപ്പോലെ തന്നെ പല രാജ്യങ്ങളും, ഇപ്പോൾ ഞാൻ ഈ ഫിൻലാൻഡിൻ്റെ കഥ പറഞ്ഞല്ലോ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടെന്ന് പറയുന്ന ഫിൻലാൻഡിൽ 6 മാസക്കാലം നല്ല ശൈത്യവും, പിന്നെ കറണ്ടിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ശൈത്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, മഞ്ഞിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അവർ സന്തുഷ്ടരാണെന്ന് ലോകത്ത്. അതൊക്കെ പഠിക്കേണ്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ തീരദേശത്തിൻ്റെ കഥയെടുത്താൽ 10-30 ലക്ഷം വരുന്ന മത്സ്യത്തൊഴിലാളികളെ ആരും കാണുന്നില്ല. അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പദ്ധതികൾ ഇടനിലക്കാർ കൊണ്ടുപോകുന്നു. അവിടെ പോയി പ്രവർത്തനങ്ങൾ നടത്തിയെടുക്കുകയും എളുപ്പമല്ല. ഒരു പാവപ്പെട്ട ജനങ്ങളായതുകൊണ്ട് അവരെ പല രൂപത്തിൽ രാഷ്ട്രീയക്കാരും മതസംഘടനകളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ചെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അവർ പ്രതികരിക്കാൻ പോലും മനസ്സ് കാണിക്കാൻ കഴിയാത്ത, അവർ പ്രതികരിച്ചിട്ടും വലിയ കാര്യമൊന്നും ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. വളരെ പരിതാപകരമാണ്. കോസ്റ്റൽ ഏരിയയിലെ മത്സ്യത്തൊഴിലാളികളുടെ കഥയെടുത്താൽ സീസണുകൾ, അവർക്ക് മറ്റ് തൊഴിലുകൾ ചെയ്യാൻ പറ്റുന്നില്ല, അവരെ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയുന്നില്ല. ഇത്തരത്തിലുള്ള അപകട കാര്യങ്ങൾ വലിയ പ്രതിസന്ധിയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ പറഞ്ഞ അറബിക്കടലിലെയും ബംഗാൾ ഉൾക്കടലിലെയും ഒക്കെ പിന്നെ അതിശക്തമായ കാറ്റും അതും ഉണ്ടാക്കുന്ന പ്രതിസന്ധികളും വളരെ വലിയ ആശങ്കപ്പെടുന്നതാണ് നമ്മുടെ തീരദേശം. ഈ ആശങ്കയ്ക്ക് പരിഹാരമുണ്ടാക്കുന്നതിനുള്ള ഒരു പദ്ധതിയെക്കുറിച്ചും സമഗ്രമായി നമ്മൾ ചിന്തിക്കുന്നില്ല. എന്തെങ്കിലും ഒരു പ്രോഗ്രാം വന്നാൽ, അല്ലെങ്കിൽ ഇപ്പോൾ മഴ വന്നാൽ, മഴക്കെടുതി വന്നാൽ അവിടെ കളക്ടർ എത്തും, മന്ത്രി എത്തും, സന്നാഹമെല്ലാം ഓടിയെത്തും, താൽക്കാലികമായി ക്യാമ്പ് തുറക്കും, തൽക്കാലത്തേക്ക് എന്തെങ്കിലും ചെയ്യും. പിന്നെ വീണ്ടും നമ്മൾ സ്ക്വയർ 1 തന്നെ പോകുന്ന ഒരു ചർവണ പരിപാടിയുണ്ട്. സ്ഥിരമായി നടത്തുന്ന ഒരു ഈ ആണ്ടുതോറും നടത്തുന്ന ഉത്സവം എന്ന് പറയുന്ന പരിപാടിയുണ്ട്. അതല്ലാതെ സമഗ്രമായ ഒരു പദ്ധതി തീരദേശത്തിന് വേണ്ടി നാം ഇതുവരെ ചിന്തിച്ചിട്ടുമില്ല. സ്വതന്ത്ര കേരളത്തിൽ അതൊട്ടും നടക്കുന്നുമില്ല. ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, ചർച്ച അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. 1 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്. ഒരു കാര്യം കൂടി, നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇതേപ്പറ്റിയൊന്നും ഒരു ധാരണയുമില്ല. ശരിക്കും വിദ്യാഭ്യാസത്തിൽ നമ്മുടെ പാഠ്യപദ്ധതിയിൽ എങ്ങനെ ഈ തീരദേശത്ത് താമസിക്കുന്നവർ, അല്ലെങ്കിൽ വനപ്രദേശത്ത് താമസിക്കുന്നവർ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ പ്രകൃതി ദുരന്തമുണ്ടായാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പ്രകൃതിയോട് എന്തൊക്കെ ചെയ്യാതിരിക്കാം, ഇത്തരം കാര്യങ്ങളിൽ
പാഠ്യപദ്ധതിയിൽ കൂടി ഉൾപ്പെടുത്തേണ്ടതല്ലേ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്? വളരെ ഞാൻ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പറയാം, വളരെ പെർട്ടിനൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പക്ഷേ ഇതാരാണ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ യൂത്തിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും കേരളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോയി ഒരു കാലത്തും തിരിച്ചു വരാത്ത രീതിയിൽ അവിടെ സെറ്റിലായിട്ട് തിരിച്ചു വരിക എന്നുള്ളതാണ്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കല്യാണം വേണ്ട എന്നുള്ള നിലയിൽ അവർ പറയുന്നൊരു പുതിയ തലമുറ വളർന്നു വരുന്നു. സോഷ്യൽ മീഡിയയിലാണ് അവർ 24 മണിക്കൂറും അതുമായി ബന്ധപ്പെട്ട് മൊബൈൽ, സോഷ്യൽ മീഡിയ, മറ്റ് ഘടകങ്ങളിലാണ് അവരുടെ സമയം കൂടുതൽ ചിലവഴിക്കുന്നത്. എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും എന്ത് ജോലി ചെയ്യാനും തയ്യാറാണ്. അങ്ങനെ ഒരു ട്രെൻഡ് ഇപ്പോൾ പുതിയ തലമുറ, ഇപ്പോൾ സ്വിഗ്ഗിയിലൊക്കെ വരുന്ന എത്രയോ നല്ല എഞ്ചിനീയർമാരൊക്കെ ഉണ്ട്. എന്ത് ജോലി ചെയ്യാൻ തയ്യാറാണ്, എങ്ങനെയും പണം ഉണ്ടാക്കുക എന്നുള്ള രീതിയിലേക്ക് വന്നു. അവരെ കേരളത്തിലെ വിദ്യാഭ്യാസം, നമുക്കിപ്പോൾ രാജ്യം എവിടെയാണെന്നറിയാം, സംസ്ഥാനം അറിയാം, പഞ്ചായത്ത് അറിയാം, ഇതൊക്കെ കുറേ അറിയാം. പക്ഷേ ഏത് ഭൂമിശാസ്ത്രത്തിലാണ് താമസിക്കുന്നത്, അവിടെ എന്തൊക്കെ ദുരന്തങ്ങളാണ് വരുന്നത്, അവിടെ എന്തൊക്കെ പ്രിക്കോഷൻ എടുക്കണം, എപ്പോഴാണ് മഴ വരുന്നത്, മഴയത്ത് എന്ത് ചെയ്യണം, വെയിലത്ത് എന്ത് ചെയ്യണം, കാറ്റത്ത് എന്ത് ചെയ്യണം, വരൾച്ചയ്ക്ക് എന്ത് ചെയ്യണം, വെള്ളപ്പൊക്കം വരുമ്പോൾ എന്ത് ചെയ്യണം, സുനാമി വരുമ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെയാണ് അവിടെ ജീവിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ഭൂസാക്ഷരത, ഒരു പരിസ്ഥിതി സാക്ഷരത, ഒരു കാലാവസ്ഥാ സാക്ഷരത ആർക്കുമില്ല എന്നുള്ളത് വളരെ പരിതാപകരമായ കാര്യമാണ്. ഇന്ന് റെഡ് അലർട്ട് പറഞ്ഞു, രാവിലെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓറഞ്ച് അലർട്ടായി. ആളുകൾ ഇതെന്താ ശ്രദ്ധിക്കുന്നത്? വേറെ തമാശ കൂടെ പറയുന്നത് അറിയാം, ഒരു ജില്ലയ്ക്കാകെയാണ് അലർട്ട് പറയുന്നത്. ഒരു ജില്ലയ്ക്കാകെ അലർട്ട് പറഞ്ഞാൽ ജില്ലയിലെ ഇപ്പോൾ വയനാട് ജില്ലയ്ക്കാകെ അലർട്ട് പറഞ്ഞു, വയനാട് ജില്ലയിലെ 10 ലക്ഷം ആളുകൾ മാറി താമസിക്കണോ? അങ്ങനെ പറ്റില്ലല്ലോ, പ്രായോഗികമല്ലല്ലോ. അപ്പോൾ ഇത് കുറേ കൂടി കൃത്യമായി പ്രാദേശിക തലത്തിൽ, പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ, വാർഡ് അടിസ്ഥാനത്തിൽ വലിയ സാക്ഷരത നടക്കേണ്ടതുണ്ട്. അവിടെ കുട്ടികളെയും മുതിർന്നവരെയും ഉദ്യോഗസ്ഥരെയും സകല ആളുകളെയും പഠിപ്പിച്ച് അവരുടെ ഭൂമിശാസ്ത്ര പ്രദേശത്തുണ്ടാകുന്ന ഓരോ ചലനങ്ങളെയും, മഴയെയും, കാറ്റിനെയും, വെള്ളത്തെയും, വേലിനെയും എല്ലാം പഠിക്കുന്ന, മനസ്സിലാക്കി പ്രതികരിക്കുന്ന, ഒരു പ്രകൃതിയോട് പ്രതികരിക്കുന്ന ഒരു സമൂഹമായി നമ്മളെ വളർത്തിയെടുക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക് ഉണ്ട്. അത് എത്ര കണ്ട് നേരത്തെ നമ്മൾ ചെയ്യുമോ അത്ര കണ്ട് നമുക്ക് പുത്തുമലയും കവളപ്പാറകളും ഒക്കെ കുറയ്ക്കാം, നമ്മുടെ തീരദേശമൊക്കെ നമ്മൾ സംരക്ഷിക്കും. ഇതുവരെ ആരുടെയും അജണ്ടയിൽ വന്നില്ല എന്നുള്ളത് വളരെ ഗൗരവതരമായ വിഷയമാണ്. ജനം TV ഇപ്പോഴിത് ചൂണ്ടിക്കാണിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ ചാനലിന് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയേക്കാം, ഒരു ലിറ്ററസി പ്രോഗ്രാമൊക്കെ എടുക്കാൻ പറ്റിയേക്കാം. നമ്മുടെ കേരളത്തിൽ മലനാട് മുതൽ തീരം വരെ എടുത്താൽ ഓരോ വിഭാഗം ജനങ്ങളും അറിഞ്ഞിരിക്കേണ്ടത് എങ്ങനെയാണ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. ആലപ്പുഴയിൽ കപ്പ നടുന്നത് പോലെയാണ് ഇടുക്കിയിലും കപ്പ നടുന്നത്. ആലപ്പുഴയിൽ തെങ്ങ് നടുന്നത് പോലെയാണ് ഇടുക്കിയിലും കൊണ്ട് തെങ്ങ് നടുന്നത്. എങ്ങനെയാണ് ഇടുക്കിയിൽ അങ്ങനെ തെങ്ങ് നട്ടാലും കപ്പ നട്ടാലും മണ്ണൊലിപ്പ് ഉണ്ടാവാതിരിക്കുക? അപ്പോൾ കൃഷിരീതികളിൽ, കാർഷിക വിളകളിൽ എല്ലാം സമഗ്രമായ ഒരു സാക്ഷരത നമുക്ക് ആവശ്യമാണ്. പ്രകൃതിയെ പഠിച്ചില്ല എങ്കിൽ പ്രകൃതി നമ്മളെ പഠിപ്പിക്കും. അതുകൊണ്ട് കാലവർഷത്തിൻ്റെ ദുരിതങ്ങൾ മനസ്സിലാക്കി ജീവിക്കാൻ നമ്മൾ എത്രയോ മുമ്പ് പഠിച്ചേ മതിയാകുള്ളൂ.